ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി HDS ലാബ് നടത്തിപ്പിനെതിരെ ഗുരുതര ആരോപണം ഉയർത്തി INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് കെ നാരായണൻ രംഗത്ത്. ലാബ് നടത്തിപ്പിലെ ക്രമക്കേടുകളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KN നാരായണൻ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന അനലൈസറുകൾ വാങ്ങിയതും ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ കിറ്റുകളും രാസപദാർത്ഥങ്ങളും വാങ്ങിയ നടപടികളിലും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നതിലും ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും നടന്നതായി KN നാരായണൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന അനലൈസറുകൾ വാങ്ങിയതും ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ കിറ്റുകളും രാസപദാർത്ഥങ്ങളും വാങ്ങിയ നടപടികളിലും ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നതിലും ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും നടന്നതായി KN നാരായണൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി ചെയ്ത് കിട്ടുന്ന റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ കാഷ്വാലിറ്റി ലാബിൽ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് ഇത് കുറെ കാലങ്ങളായിട്ട് നടന്നു വരുന്നിരുന്നു. അതിന് ജീവനക്കാരെ വെച്ചിരുന്നു, അതിന്റെ പ്രവർത്തനം നടന്നു. ഈ ലാബ് HDS ലാബ് തുടങ്ങിയതിന് ശേഷം കാഷ്വാലിറ്റിയിലെ പരിശോധന നിർത്തി. ആ പരിശോധനയ്ക്ക് 100 രൂപ വാങ്ങിയിരുന്നു. ആ പരിശോധന നിർത്തിയിട്ട് ആ പരിശോധന ഇവിടുത്തെ ലാബിലേക്ക് മാറ്റി. അപ്പൊ സത്യത്തിൽ എന്താ ഉണ്ടായത്? അവിടെ കാഷ്വാലിറ്റിയിൽ HDS പരിശോധിച്ചാലും ചെല്ലുന്ന വരുമാനം HDSലേക്ക് തന്നെ. HDS ലാബില് പൈസ പ്രവർത്തനമുണ്ട്, വരുമാനമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ പ്രവർത്തനം നിർത്തിയിട്ട് ഇവിടേക്ക് വരുമാനം കൂട്ടി. ഇത് അതാണ് ഞാൻ പറഞ്ഞ 10,000 ഏതാണ്ട് ഒരു 70-60 രോഗികൾ ഡെയിലി കാഷ്വാലിറ്റിയിൽ വരുന്ന അപകടാവസ്ഥയിൽ വരുന്നവരെ ചെയ്യുന്നത് കൊണ്ട് ഒരു 6,000 രൂപയോളം അത് വരും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 14,000 രൂപയോളം താഴെ മറ്റു പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് സഹായകരമാകും വിധം പ്രവർത്തനം ആരംഭിച്ച HDS ലാബിന്റെ ക്രമക്കേടുകളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും കലക്ടർ അടിയന്തരമായി ഇടപെട്ട് അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാരായണൻ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ INTUC അവണൂർ മണ്ഡലം പ്രസിഡന്റ് IR മണികണ്ഠനും പങ്കെടുത്തു. പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായി. ഫോൺ 8589939335.